ഭർത്താവിന് ഒരു അന്യ സ്ത്രീയുമായിട്ടൊരു ചാറ്റിങ്ങും സംസാരമൊക്കെ ഉണ്ട്. ആ ഭർത്താവിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഞാനും അതേപോലെ ഒന്ന് തുടർന്നാൽ പിന്നെ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളോ? ഇത് ഭയങ്കര അപകടം. ഞാൻ ഇന്ന് പോലും ഒരു സഹോദരി പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ, അവിടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് നേരെ ഗൾഫിൽ പോയി, 1.5 വർഷമായി. അയാൾ ഇവിടെ നിന്ന് ഫോൺ വിളിക്കില്ല, ഒന്നും വിളിക്കില്ല. ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ അവഗണന നിരന്തരമായപ്പോൾ അവൾ ഭർത്താവിനോട് വെറുതെ പറഞ്ഞു, നിങ്ങൾ തരേണ്ടത് നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഏതെങ്കിലുമൊക്കെ ആളെ ഫോൺ വിളിച്ച് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു. അവൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ യാദൃച്ഛികമായി ചില ബന്ധങ്ങൾ അവളിലേക്ക് വരികയാണ്. അങ്ങനെ ബന്ധങ്ങൾ അവളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്തു? സ്വാഭാവികമായും ആദ്യം അയാളൊരു പാഠം പഠിപ്പിക്കാം എന്ന നിലക്ക് എന്ത് ചെയ്തു? ചില ചാറ്റിങ്ങിനോട് പ്രതികരിച്ചു. പക്ഷേ അത് അപകടകരമായ വഴികളിലേക്ക് എത്തി. അതെന്ത് ചെയ്തു? ഫോൺ ഹാക്ക് ചെയ്തു. ഭർത്താവിന് എല്ലാ തെളിവുകളും ലഭിച്ചു. വേഗം വീട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞു. ഇപ്പോൾ അവൾ വീട്ടിൽ വന്നിരിക്കാൻ. അങ്ങനെ വീട്ടിൽ വന്നിരുന്നിട്ടാണ് എനിക്ക് തെറ്റുന്ന മടങ്ങാൻ എന്തെങ്കിലും വഴിയുണ്ടോ, എൻ്റെ ഭർത്താവിലേക്ക് തിരിച്ചു പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചൊരു പെൺകുട്ടി ഇന്ന് വിളിച്ചു. അപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ശൈത്താൻ ഉണ്ടാക്കണതാണ്. എന്ത് ഒരു തെറ്റിലേക്ക് പോവാൻ അയാൾ എന്തായാലും എന്നെ മൈൻഡ് ചെയ്യണില്ല, എന്നെന്ത് അയാളൊരു പാഠം പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വിഭജിക്കാൻ പോവുക. എന്ത് പാഠം പഠിപ്പിക്കില്ല? അത് എല്ലാ തെറ്റുകളും എന്താണ്? നാം നമ്മെ നശിപ്പിക്കണം. വലവ് ഇല്ലലമു അംഫുസഹും, സ്വന്തങ്ങളോട് ആത്മദ്രോഹം ചെയ്ത ആളുകൾ. ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ ഫലം മറ്റാരെക്കാളും ആർക്കാണ് വരുന്നത്? നമുക്കാണ് വരുന്നത്. ഒരാൾ മദ്യപിച്ചാൽ അയാളുടെ ഭാര്യയ്ക്ക് പ്രശ്നമുണ്ട്, നാട്ടുകാർക്ക് പ്രശ്നമുണ്ട്, സമൂഹത്തിന് പ്രശ്നമുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ആർക്കാ? മറ്റുള്ളവരെ. ഇയാൾ കള്ളുപിടിച്ചാൽ മറ്റുള്ളവരെ ലിവർ പോവോ? ആമാശയം പോവോ? അത് അയാളതാണ് ആദ്യം പോകും. നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ ആത്യന്തികമായ ഫലം നമ്മൾ തേടിയെത്തും. ഈ സഹോദരി ചെയ്യേണ്ടത് ഈ ബന്ധം ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ അതിന് പ്രതികാരമായിട്ടോ പകരമായിട്ടോ നമ്മൾ തെറ്റിലേക്ക് പോകുക എന്നുള്ളത് അതിന് പരിഹാരമല്ല.